ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. നാളെ നടക്കുന്ന രണ്ടാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വോട്ടെടുപ്പ് 12 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും 88 സീറ്റുകളിലേക്ക്. കേരളത്തിലും വിധിയെഴുത്ത് നാളെ. വോട്ടെടുപ്പിനുള്ള സജ്ജീകരണങ്ങൾ പൂർണ്ണം. 20 സീറ്റുകളിലേക്ക് 194 സ്ഥാനാർത്ഥികൾ. വോട്ടെടുപ്പ് രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അടുത്ത ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം സജീവം. റോഡ് ഷോകളും റാലികളും നടത്തി വിവിധ രാഷ്ട്രീയ കക്ഷികൾ. കേരളത്തിൽ അത്യുഷ്ണം തുടരുന്നു. പാലക്കാട് ജില്ലയിൽ നാളെ വരെ ഉഷ്ണതരംഗത്തിന് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ലോക സമാധാനത്തിനായി യുക്രൈൻ, ഇസ്രായേൽ, തായ്വാൻ എന്നീ രാജ്യങ്ങൾക്കായുള്ള $95 ബില്യൺ സഹായ പാക്കേജിൽ യുഎസ് പ്രസിഡന്റ് ഒപ്പുവച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. രണ്ടാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെ വോട്ടെടുപ്പ് നടക്കുന്നത് 12 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും 88 സീറ്റുകളിലേക്കാണ്. കേരളത്തിനു പുറമെ കർണാടകയിലെ 14 രാജസ്ഥാനിൽ 13 ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലെ 8 വീതം മണ്ഡലങ്ങളിലും മധ്യപ്രദേശിൽ 7 വോട്ടെടുപ്പ്. അസം, ബീഹാർ എന്നിവിടങ്ങളിലെ 5 വീതം സീറ്റുകളിലും ഛത്തീസ്ഗഡ്, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ 3 വീതം മണ്ഡലങ്ങളിലും മണിപ്പൂരിലെയും ത്രിപുരയിലെയും ജമ്മുകശ്മീരിലെയും ഓരോ മണ്ഡലത്തിലും രണ്ടാം ഘട്ടത്തിലാണ് വോട്ടെടുപ്പ്. നാലാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നാളെയാണ്. അടുത്ത മാസം 13-ന് വോട്ടെടുപ്പ് നടക്കുന്ന നാലാംഘട്ടത്തിൽ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഈ മാസം 29-ആണ്. അഞ്ചാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം നാളെ പുറപ്പെടുവിക്കും. അടുത്ത മാസം 20-നാണ് വോട്ടെടുപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി മധ്യപ്രദേശിലെത്തി. മൊറേനയിലെ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ നടന്ന പൊതുസമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. നാലാംഘട്ടത്തിൽ മധ്യപ്രദേശിലെ 8 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഇന്നാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം. അതേസമയം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്തു. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം. നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണിവരെയാണ് വോട്ടെടുപ്പ്. വോട്ടിംഗ് യന്ത്രങ്ങളുടെയും മറ്റ് പോളിംഗ് സാമഗ്രികളുടെയും വിതരണം ആരംഭിച്ചു. പ്രത്യേകം സജ്ജമാക്കിയ കേന്ദ്രങ്ങളിലാണ് വിതരണം. പരസ്യപ്രചാരണം അവസാനിച്ചതോടെ വീടുകൾ കയറിയിറങ്ങിയുള്ള നിശബ്ദ പ്രചാരണമാണ് ഇന്ന്. നിശബ്ദ പ്രചാരണത്തിന്റെ സമയപരിധിയിൽ ഉച്ചഭാഷിണികളുടെ ഉപയോഗം, ജാഥകൾ, പ്രകടനങ്ങൾ എന്നിവ പാടില്ല. നിയമവിരുദ്ധമായി ആളുകൾ കൂട്ടം ചേരുകയോ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുകയോ ചെയ്യുന്നതിനും വിലക്കുണ്ട്. മദ്യവിതരണത്തിനും വിൽപ്പനയ്ക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എക്സിറ്റ് പോളുകൾക്കും നിരോധനമുണ്ട്. തിരഞ്ഞെടുപ്പ് ദിവസങ്ങളിലെ തിരക്ക് ഒഴിവാക്കാൻ മംഗളൂരു സെൻട്രൽ കൊച്ചുവേളി മംഗളൂരു സെൻട്രൽ സ്പെഷ്യൽ എക്സ്പ്രസുകൾ പ്രത്യേക സർവീസ് നടത്തും. സംസ്ഥാനത്ത് 20 ലോക്സഭാ മണ്ഡലങ്ങളിലായി 2,72,49,159 വോട്ടർമാരാണ് നാളെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നത്. ഇതിൽ 5,34,394 പേർ കന്നി വോട്ടർമാരാണ്. കന്നി വോട്ടർമാർ ഉൾപ്പെടെ എല്ലാവരും സമ്മതിദാനാവകാശം വിനിയോഗിച്ച് രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്കാളികളാവണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ അറിയിച്ചു. 194 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. 2776 മാതൃകാ പോളിംഗ് ബൂത്തുകൾ ഉൾപ്പെടെ ആകെ 25,000-ലേറെ ബൂത്തുകളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. 1.5 ലക്ഷത്തിലധികം ഉദ്യോഗസ്ഥരെയാണ് തെരഞ്ഞെടുപ്പ് ജോലികൾക്കായി നിയോഗിച്ചിട്ടുള്ളത്. എല്ലാ പോളിംഗ് ബൂത്തുകളിലും അടിസ്ഥാന സൌകര്യങ്ങൾക്ക് പുറമെ ഉയർന്ന പകൽച്ചൂട് കണക്കിലെടുത്ത് കാത്തിരിപ്പ് കേന്ദ്രങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് സംസ്ഥാനത്ത് ഒരുക്കിയിട്ടുള്ളത്. 41,976 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് തിരഞ്ഞെടുപ്പ് ജോലികൾക്കായി നിയോഗിച്ചിരിക്കുന്നത്. സിവിൽ പോലീസ് ഓഫീസർമാരും ആംഡ് പോലീസ് ബറ്റാലിയനിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ വിവിധ കേന്ദ്രസേനകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും തിരഞ്ഞെടുപ്പിൽ സുരക്ഷാ ചുമതല നിർവഹിക്കും. ഇതിനു പുറമെ ഹോംഗാർഡ്, തമിഴ്നാട് പോലീസ്, സ്പെഷ്യൽ പോലീസ് ഓഫീസർമാർ എന്നിവരും തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ ഉണ്ടാകും. തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്ത് നാളെ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം പ്രതിനിധി രജു കോലിയക്കോട്.
തിരുവനന്തപുരം ജില്ലയിലെ 2730 പോളിംഗ് ബൂത്തുകളിലും ഇലക്ട്രൽ ഓഫീസർമാരുടെ മേൽനോട്ടത്തിൽ സജ്ജീകരണങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ജില്ലയിൽ ആകെ 134 പ്രശ്നബാധിത ബൂത്തുകളാണുള്ളത്. ഈ ബൂത്തുകളിൽ സുരക്ഷ ഉറപ്പുവരുത്താൻ വെബ്കാസ്റ്റിംഗ് സംവിധാനവും പ്രത്യേക പോലീസ് സംരക്ഷണവും ഒരുക്കിയിട്ടുണ്ട്. പോളിംഗ് ഓഫീസർമാരെ ബൂത്തുകളിൽ എത്തിക്കുന്നതിനായി 695 വാഹനങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. 42 ഫ്ലൈയിംഗ് സ്ക്വാഡുകളും 15 ഡീഫേസ്മെന്റ് സ്ക്വാഡുകളും പ്രവർത്തിക്കുന്നുണ്ട്. വെബ്കാസ്റ്റിംഗ് കൺട്രോൾ റൂം കളക്ടറേറ്റിൽ സജ്ജമാക്കിയിട്ടുണ്ട്. തൊടുപുഴയിൽ പോളിംഗ് സാമഗ്രികൾ വാങ്ങാൻ ഉദ്യോഗസ്ഥ ഹാജരാക്കാത്തതിനെ തുടർന്ന് നടപടിക്ക് ശുപാർശ ചെയ്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ അരുൺ എസ് നായരുടേതാണ് നടപടി. കട്ടപ്പന മുൻസിഫ് കോടതി ജീവനക്കാരിയാണ് ഹാജരാകാതിരുന്നത്. ഉദ്യോഗസ്ഥയെ ഫോണിലും ബന്ധപ്പെടാനാകാത്ത സാഹചര്യത്തിൽ വിശദീകരണം തേടുമെന്നും ആവശ്യമെങ്കിൽ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുമെന്നും അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ അറിയിച്ചു. സംസ്ഥാനത്തെ വിദൂര ആദിവാസി ഗ്രാമമായ ഇടമലക്കുടിയിൽ ദേവികുളം സബ് കളക്ടർ VM ജയകൃഷ്ണനിൽ നിന്നും പോളിംഗ് ഉദ്യോഗസ്ഥർ തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ ഏറ്റുവാങ്ങി. തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കൊപ്പം പോലീസ് ഉദ്യോഗസ്ഥരും വയർലെസ് ടീം, വനപാലകർ എന്നിവരും സംഘത്തിലുണ്ട്. സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ ഇത്തവണ വോട്ട് രേഖപ്പെടുത്തുന്നത് 1844 വോട്ടർമാരാണ്. തിരഞ്ഞെടുപ്പ് ബോധവൽക്കരണത്തിന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസ് പൊതുജനങ്ങൾക്കായി സംഘടിപ്പിച്ച തിരഞ്ഞെടുപ്പ് പ്രശ്നോത്തരി മെഗാ ഫൈനലിൽ തിരുവനന്തപുരത്തെ അയ്യപ്പദാസും ജിതിൻ കെ ജോണും ഉൾപ്പെട്ട ടീം ജേതാക്കളായി. സംസ്ഥാനത്തെ 6 കോർപ്പറേഷനുകളിലെ മത്സരം വിജയിച്ചെത്തിയ 6 ടീമുകളാണ് മെഗാ ഫൈനലിൽ പങ്കെടുത്തത്. യുക്രൈൻ, ഇസ്രായേൽ, തായ്വാൻ എന്നീ രാജ്യങ്ങൾക്കുള്ള $95 ബില്യൺ സഹായ പാക്കേജിൽ US പ്രസിഡന്റ് ജോ ബൈഡൻ ഒപ്പുവച്ചു. ലോകസമാധാനത്തിന് ഈ സഹായം ഏറെ ഉപകരിക്കുമെന്ന് ബിൽ ഒപ്പുവച്ച ശേഷം അദ്ദേഹം വൈറ്റ് ഹൌസിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആധുനികവൽക്കരണത്തിനും നൂതന സാങ്കേതിക വിദ്യകൾ പ്രാപ്തമാക്കുന്നതിനും സേനയെ സജ്ജമാക്കുന്നതിന് സൈന്യം പ്രതിജ്ഞാബദ്ധമാണെന്ന് കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെ. ന്യൂഡൽഹിയിൽ കരസേന സംഘടിപ്പിച്ച സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 60 പോയിന്റ് ഉയർന്ന് 73,912ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 8 പോയിന്റ് നേട്ടത്തിൽ 22,410ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 280 രൂപ കുറഞ്ഞ് 53,000 രൂപയും ഗ്രാമിന് 6,625 രൂപയുമാണ് ഇന്നത്തെ വില. കേരളത്തിൽ അത്യുഷ്ണം തുടരുന്നു. പാലക്കാട് ജില്ലയിൽ വെള്ളിയാഴ്ച വരെ ഉഷ്ണതരംഗ സാഹചര്യം നിലനിൽക്കുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ജാഗ്രത പാലിക്കണമെന്ന ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. കടുത്ത ചൂട് ജില്ലയിൽ ജലവിതരണം, കൃഷി എന്നിവയെ സാരമായി ബാധിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് പ്രതിനിധി ഫൈസൽ അലിമുത്ത്. വരും ദിവസങ്ങളിലും താപനില 41 ഡിഗ്രി വരെ ഉയരാൻ സാധ്യതയുള്ള സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ്. തുടർച്ചയായ ദിവസങ്ങളിൽ ജില്ലയിൽ അതിതീവ്രമായ ചൂടാണ് രേഖപ്പെടുത്തുന്നത്. ഇന്നലെ ജില്ലയിൽ 41.3 ഡിഗ്രി താപനിലയാണ് രേഖപ്പെടുത്തിയത്. സൂര്യാഘാതവും സൂര്യാതപവും ഏൽക്കാനുള്ള സാഹചര്യം ഒഴിവാക്കാനാണ് നിർദ്ദേശം. പകൽ സമയത്ത് പുറം ജോലികളും കായിക വിനോദങ്ങളും മറ്റു പ്രവർത്തനങ്ങളും പൂർണ്ണമായി നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാവിധ പൊതുപരിപാടികളും വൈകുന്നേരങ്ങളിലേക്ക് മാറ്റിവെക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചൂട് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജില്ലയിൽ ജലക്ഷാമവും രൂക്ഷമാവുകയാണ്. ഡാമുകളിലെ ജലനിരപ്പ് ക്രമാതീതമായി താഴ്ന്നു തുടങ്ങിയിരിക്കുന്നു. ഇടമഴ ലഭിക്കാത്തത് ജില്ലയിലെ കൃഷിയെയും ബാധിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഉപദ്വീപിന്റെ കിഴക്ക് തെക്ക് ഭാഗങ്ങളിൽ അടുത്ത 5 ദിവസം കൂടി ഉഷ്ണതരംഗം തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബീഹാർ, ഝാർഖണ്ഡ്, ആന്ധ്രാപ്രദേശ് തീരപ്രദേശം, തെലങ്കാന എന്നിവിടങ്ങളിൽ തീവ്ര ഉഷ്ണതരംഗമായിരിക്കും അനുഭവപ്പെടുക. സാധാരണയിൽ നിന്നും 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ പകൽ താപനില ഉയരാൻ സാധ്യതയുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30-നാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ 4 റൺസിന് പരാജയപ്പെടുത്തി. കോട്ടയം സർക്കാർ മെഡിക്കൽ കോളേജിൽ 10ാമത് ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടന്നു. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ജയകുമാറിന്റെ നേതൃത്വത്തിലാണ് ശസ്ത്രക്രിയ നടത്തിയത്. മസ്തിഷ്ക മരണം സംഭവിച്ച തമിഴ്നാട് കന്യാകുമാരി സ്വദേശിയുടെ ഹൃദയമാണ് ആലപ്പുഴ സ്വദേശിക്ക് മാറ്റിവച്ചത്. ഉത്തർപ്രദേശിൽ വാഹനാപകടത്തിൽ 4 മരണം. ഫെഫ്ന ബക്സർ ദേശീയപാതയിലാണ് അപകടം. ഒരാൾക്ക് പരിക്കേറ്റു. മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടെ കാർ നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ചാണ് അപകടമുണ്ടായത്. കായംകുളത്ത് തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് പോയ ഉദ്യോഗസ്ഥൻ കാർ ഇടിച്ചു മരിച്ചു. MSM കോളേജിന് സമീപം ദേശീയപാതയിൽ ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖോത്സവത്തിന്റെ നാളു കുറിക്കുന്ന പ്രക്കുഴം ചടങ്ങുകൾ ഇന്ന് നടക്കും. ഇക്കര കൊട്ടിയൂർ ക്ഷേത്രത്തിൽ അവൽ നെയ്യ് എഴുന്നള്ളുത്തുകൾ എത്തുന്നതോടെയാണ് ചടങ്ങുകൾ ആരംഭിക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. നാളെ നടക്കുന്ന 2ാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വോട്ടെടുപ്പ് 12 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും 88 സീറ്റുകളിലേക്ക്. കേരളത്തിലും വിധിയെഴുത്ത് നാളെ. വോട്ടെടുപ്പിനുള്ള സജ്ജീകരണങ്ങൾ പൂർണ്ണം. 20 സീറ്റുകളിലേക്ക് 194 സ്ഥാനാർത്ഥികൾ. വോട്ടെടുപ്പ് രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അടുത്ത ഘട്ടത്തിലേക്കുള്ള പ്രചാരണം സജീവം. റോഡ് ഷോകളും റാലികളും നടത്തി വിവിധ രാഷ്ട്രീയ കക്ഷികൾ.
കേരളത്തിൽ അത്യുഷ്ണം തുടരുന്നു. പാലക്കാട് ജില്ലയിൽ നാളെ വരെ ഉഷ്ണതരംഗത്തിന് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ലോക സമാധാനത്തിനായി യുക്രൈൻ, ഇസ്രായേൽ, തായ്വാൻ എന്നീ രാജ്യങ്ങൾക്കായുള്ള $95 ബില്യൺ സഹായ പാക്കേജിൽ യുഎസ് പ്രസിഡന്റ് ഒപ്പുവച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.